തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയുടെ കേന്ദ്രത്തിൽ സംരക്ഷണ കേന്ദ്രത്തിൽ 2.5 വയസ്സുള്ള പെൺകുഞ്ഞിനോട് ആയമാരുടെ ക്രൂരത എന്ന വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ വന്നത്. അതിൻ്റെ തുടർ പ്രതികരണങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. ഏതായാലും കൃത്യമായ നടപടിയെടുത്തു ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ എന്നതാണ് ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പ്രതികരിച്ച്. ഇപ്പോൾ AV ജയശങ്കർ കൂടി ചേരുന്നു. ജയശങ്കർ, ഞെട്ടിക്കുന്ന സംഭവമാണ്, അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇങ്ങനെ ഇത്തരം കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ മനുഷ്യപ്പറ്റില്ലാത്ത, മനസാക്ഷിയില്ലാത്ത ആളുകൾ, ആയമാരൊക്കെയായി നിയമിക്കപ്പെടുന്നു എന്ന വലിയ ചോദ്യവും ഉയരുകയാണ്. ഗോകുൽ, തൈക്കാട് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണ കേന്ദ്രത്തിൽ 2.5 വയസ്സുകാരി നേരിട്ടത് സമാനതകളില്ലാത്ത പീഡനമാണ്. ഇതിന്റെ വാർത്തകൾ കഴിഞ്ഞ മണിക്കൂറുകളിലാണ് പുറത്തു വന്നത്. സംഭവത്തിൽ പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട്, അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും വിഷയത്തെ വളരെ ഗൗരവകരമായാണ് കാണുന്നത്. കമ്മീഷൻ ചെയർമാൻ നമ്മോടൊപ്പം 24-നോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് നടപടികളാണ് ഇനി എടുക്കാൻ പോകുന്നത്? കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യും. ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട നമ്മുടെ ശിശുക്ഷേമ സമിതിയോട് വിശദീകരണം ആവശ്യപ്പെടും. തീർച്ചയായും ഞാനിപ്പോഴും രാവിലെ തന്നെ ഈ ന്യൂസ് കണ്ട ഉടൻ തന്നെ ഞാൻ അവരുമായിട്ട്, അതിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചിരുന്നു. ആവശ്യമായ നടപടികളെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ശരിയായ രൂപത്തിൽ, വേഗത്തിൽ തന്നെ, കാര്യക്ഷമമായി തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വിശദീകരണത്തോടു കൂടെ അതിൽ കൃത്യമായ ഒരു അന്വേഷണവും കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ പോലീസ് കേസെടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പോലീസിനോട് ഉൾപ്പെടെ, സിറ്റി പോലീസ് കമ്മീഷനോട് ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങ് വിശദീകരണം തേടുമോ? ഈ കേസിന്റെ നിലവിലെ അവസ്ഥ, എത്ര പ്രതികളുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അങ്ങേക്ക് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത പോലീസ് തന്നിട്ടുണ്ടോ? പോലീസിനോടും വിശദീകരണം ഞങ്ങൾ ആവശ്യപ്പെടും. ഇതിനകത്ത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ JJ ആക്ടിലെ 75 പ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം പോലും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തതല്ല, ഈ കേസുകളൊക്കെ തന്നെ മുൻകാലങ്ങളിൽ 2021 മുൻപ് നോൺ ബെയിലബിൾ ഒഫൻസസ് ആയിരുന്നു, കോഗ്നീസബിൾ ഒഫൻസസ് ആയിരുന്നു. ഇതെല്ലാം നോൺ കോഗ്നീസബിൾ ഒഫൻസസ് ആക്കുകയും ബെയിലബിൾ ഒഫൻസസ് ആക്കുകയും ചെയ്തുകൊണ്ടുള്ള അമെൻമെൻറ്റ് വന്നതോടുകൂടെ സെക്ഷൻ 75 പ്രകാരം കേസെടുത്ത് ഇത്തരം ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ജയിലിലടക്കാൻ ആവശ്യമായ സാഹചര്യം ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. തീർച്ചയായും ഇത്തരം ആളുകളെ ഒരു തരത്തിലും ഒരു ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലും ഇരുത്താൻ വേണ്ടി പാടില്ല. ഇത് ചിലപ്പോൾ ആളുകളുടെ ഉള്ളറിഞ്ഞ് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് സംഭവിച്ചതാകാം. അപ്പം തന്നെ ഈ സമാനമായിട്ട് രീതിയിലുള്ള പീഡനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുമോ? എന്താണ് കമ്മീഷൻ? തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കും. ശിശു സംരക്ഷണ സമിതി തന്നെ പരിശോധിക്കുന്നുണ്ട്, ഞങ്ങളും അതുപോലെ ശിശുക്ഷേമ സമിതി തന്നെ പരിശോധിക്കുന്നുണ്ട്, ഞങ്ങളും അത് പരിശോധിക്കും. എന്തായാലും സംഭവത്തിൽ കേസെടുക്കും, വിശദീകരണം തേടാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായും അതിൻ്റെ തുടർ നടപടികളുമായിട്ട് കമ്മീഷൻ മുന്നോട്ട് പോകും. ഗോകുൽ, എന്തായാലും ബാലാവകാശ കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗൗരവകരമായ നടപടികളിലേക്കാണ് കടക്കുന്നത്. സംഭവത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കും.